ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായില്ലേ വ്ളോഗായിട്ടൊക്കെ വന്നിട്ട്. ശരിക്കും പറഞ്ഞാൽ മടിയാണ് വ്ളോഗ് എടുക്കാൻ. പിന്നെ സമയവും കിട്ടാറില്ല. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞുവാവയുണ്ട്, അവളെ നോക്കണം. പിന്നെ വീട്ടിൽ നമുക്ക് വേണ്ട കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലാണ്. അതുകൊണ്ട് എനിക്ക് വ്ളോഗ് എടുക്കാൻ സമയവും കിട്ടിയിട്ടില്ല. സമയം കിട്ടിയാൽ തന്നെ എനിക്ക് മടിയുമായിരിക്കും. അപ്പോൾ സെമിനാച്ചൻ എപ്പോഴും പറയുകയൊക്കെ ചെയ്യും, അവളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഭയങ്കര ആവേശമായിരുന്നു ആദ്യ സമയത്തൊക്കെ വ്ളോഗ് ഇടാനൊക്കെ തന്നെ. ഇപ്പോൾ ഒരു ആവേശമില്ല, ഒരു ത്വരയില്ല എന്ന് പറയും. ചിലപ്പോൾ ഒക്കെ നല്ല ഇപ്പം ചില സമയമൊക്കെ എനിക്ക് തോന്നുവാണെങ്കിൽ ഞാനൊരു 2 ഒരു 3 റീൽസൊക്കെ ഇടും. നിങ്ങളിപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നില്ല, അത് വേറൊന്നുമല്ല. ഞങ്ങളുടെ ബിൽഡിങ്ങിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു വലിയൊരു PG പണിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈലിൻ്റെ വർക്കൊക്കെയാണ് ഈ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്. ഒരു തരത്തിൽ സ്വസ്ഥത തരത്തിൽ ഇവരൊക്കെ എന്തോ ചെയ്യാനാന്ന് പറയാം. ആ ബിൽഡിങ് പണിയുന്ന ഞങ്ങളുടെ ആ ബിൽഡിങ് മാത്രമല്ല, തൊട്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും, പിന്നെ ഞങ്ങളുടെ ഇപ്പുറത്തും അപ്പുറത്തും എല്ലാ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഫുള്ള് ബിൽഡിങ്ങാണ് പണിയുന്നത്. ഫുള്ള് PG ആണ് വരുന്നത്. പിന്നെ തത്ത എൻ്റെ കൊച്ചൊരു വേർഡ് പഠിച്ചു, തത്ത. ഇതാണ് ഞാൻ പറഞ്ഞ ആ വലിയ PG ലക്ഷറി റൂംസ് എന്നൊക്കെ എഴുതിയേക്കുന്നത്. പിന്നെ അതിനോട് ചേർന്നിട്ട് ഒരു ബിൽഡിങ് ഇതാണ്ട് അവിടെ പണി തുടങ്ങുന്നുണ്ട്. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്തും ബിൽഡിങ് വരുന്നുണ്ട്. അവിടെ എല്ലാം ഞങ്ങളുടെ ഈ ഏരിയ ഫുള്ള് പണിയാണ്. അപ്പോൾ മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, വല്ല തോരനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനി ഫ്രിഡ്ജ് നോക്കണം എന്തോ തോരനുള്ള എന്തോ ഐറ്റം ഉണ്ടെന്ന്. അപ്പോൾ തോരനും വെക്കും, മീൻകറിയും വെക്കും. അപ്പോൾ ഇന്നലെ തേങ്ങാക്കറി ആയതുകൊണ്ട് ഇന്ന് ഞാൻ മുളകറി വെക്കാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ ഗൈസ്, ഇനി ഇതെല്ലാം എനിക്കൊന്ന് ക്ലീൻ ചെയ്യണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം അടുക്കള വന്ന് നോക്കുമ്പോൾ അടുക്കള ഏകദേശം ഒരു യുദ്ധക്കളം പോലെ ആയിരിക്കും ഉള്ളത്. എനിക്ക് ചിലപ്പോൾ തോന്നുവാണെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു 3-4 പാത്രമൊക്കെ അറ്റ്ലീസ്റ്റ് എടുക്കുവാണെങ്കിൽ അതെല്ലാം ഒന്ന് കൈകൊണ്ട് കഴുകി വൃത്തിയാക്കി വെക്കും. അതും എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രം. ചിലരൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ക്ലീനിങ് പരിപാടിയും നടക്കും, അല്ല പാചകവും നടക്കും, അങ്ങനെയൊക്കെയാണ്. അതിനുശേഷം ഞാൻ പാത്രം എല്ലാം കഴിയുന്നതിന് ശേഷം നമ്മുടെ ആ ഗ്യാസിൻ്റെ സ്റ്റൗവും സംഭവങ്ങളും എല്ലാം ഒന്ന് തുടച്ചൊക്കെ ക്ലീൻ ചെയ്യും. അതിന് ശേഷമാണ് ഉച്ചക്കലത്തേക്കുള്ള ഫുഡെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ക്ലീനിങ് ഒക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് മീൻ വെട്ടുക, കറി വെക്കുക, തോരൻ വെക്കുക, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ നല്ല നാടൻ മത്തി കിട്ടിയായിരുന്നു, നല്ല മത്തിയായിരുന്നു. നമുക്ക് വെട്ടുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ നല്ലതാണെങ്കിൽ. പിന്നെ തലേ ദിവസം കഴിച്ചപ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീന്. പിന്നെന്താ പറയുക, എനിക്കങ്ങനെ മീനൊന്നും വെട്ടാനും ഒന്നും അങ്ങനെ അറിയത്തില്ലായിരുന്നു. ഇവിടെ അമ്മ ഉള്ളപ്പോൾ അമ്മയായിരുന്നു മീനൊക്കെ വെട്ടിയൊക്കെ ചെയ്യുന്നത്. പിന്നെ അമ്മ കൂടെ ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മളിതൊക്കെ പഠിച്ചല്ലേ പറ്റൂ. അങ്ങനെ മീനൊക്കെ വെട്ടി ഇനി ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ അതൊക്കെ ക്ലീനൊക്കെ ചെയ്ത് വെച്ചു. പിന്നെ ഒരു 4 മീനെടുത്ത് ഞാൻ വറക്കാനായിട്ട് അരപ്പ് തേക്കുന്നുണ്ട്. ഞങ്ങൾ 2 പേരേലും ഉള്ളു, അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും അത് തന്നെ ധാരാളം. പിന്നെ ബാക്കിയുള്ള മീൻ വെച്ചിട്ട് കറിയും ആക്കുന്നുണ്ട്. അപ്പോൾ ഓവർ വറക്കുകയാണെങ്കിൽ ഈ കറിയിലത്തെ മീൻ അതേപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തത്, വേറൊന്നും വിചാരിക്കരുതേ. അങ്ങനെ മീൻകറി അതിങ്ങനെ തിളച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ അടുത്തത് തോരന് വേണ്ടിയിട്ട് ഞാൻ അരിയുകയാണ്. ഞാൻ കട്ടിംഗ് ബോർഡിനകത്തിട്ട് അരിയാമെന്ന് വിചാരിച്ചു, അല്ലേ പിന്നെ സമയം കിട്ടത്തില്ല. പിന്നെ അവൾ ഉറങ്ങുകയാണ്, ആ സമയം കൊണ്ട് വേണം എല്ലാം ചെയ്യാൻ. അതുകൊണ്ട് കട്ടിംഗ് ബോർഡിലിട്ട് കട്ട് ചെയ്യുന്നു എന്ന് മാത്രം, അല്ലെങ്കിൽ കൈവച്ചിട്ട് അരിയും. പിന്നെ അങ്ങനെ ഞാൻ തോരൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അടച്ചൊക്കെയാണ് വെക്കുന്നത് കേട്ടോ. അതവിടെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ മീൻ എന്താ പറയുക വറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്ക് ഈ പാചകമൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നിങ്ങൾക്കും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ മീൻ ഒരു സൈഡ് വെന്തു, അടുത്തത് പിന്നെ തിരിച്ചിടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ തോരനുള്ള അരപ്പൊക്കെ റെഡിയാക്കി. അപ്പം തോരൻ്റെ ആ ഒരു അമരക്കയല്ലേ വെച്ച്, അപ്പോൾ അമരക്ക നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം അരപ്പും കൂടെ ഇട്ടിട്ട് സാധാ രീതിയിൽ നമ്മൾ തോരൻ വെക്കുന്ന പോലെ തന്നെ
പിന്നെ മീനൊക്കെ നന്നായിട്ടൊന്ന് വറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടെ ഞാനൊന്ന് തിരിച്ചിട്ട് സെറ്റാക്കുകയാണ്. നല്ല മണമാണ്. കുഞ്ഞുനും അങ്ങനെ ചോറൊക്കെ കൊടുത്തു. അപ്പോൾ ആ പ്ലേറ്റിൽ തന്നെ ഞാനും ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എല്ലാ ദിവസവും അങ്ങനെയാണ് കഴിക്കുന്നത്. ഞാൻ വേറെ പ്ലേറ്റ് എടുക്കത്തൊന്നുമില്ല. വേണമെങ്കിൽ പിന്നെ നമ്മൾ അതും കഴുകി വെക്കണ്ടേ, അതിനൊക്കെ ബെറ്റർ അവൾക്ക് കൊടുത്ത പ്ലേറ്റിൽ തന്നെ അങ്ങ് കഴിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ആവശ്യത്തിന് ചോറൊക്കെ എടുത്തു. പിന്നെ അതിനകത്തോട്ട് തോരൻ ഓൾറെഡി കുറച്ച് ഇരിപ്പുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു ഇച്ചിരി തോരനും കൂടെ ഇട്ടു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തോരൻ. പിന്നെ ഒരു മീൻ വറുത്തതും പിന്നെ എൻ്റെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള നല്ല നാടൻ മീൻ കറി, മുളക് കറിയും കൂടെ അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. എനിക്ക് മുളക് കറി ഭയങ്കര ഇഷ്ടമുള്ള, എനിക്ക് തേങ്ങാക്കറിയൊക്കെ കൂടുതലും മുളക് കറിയാണ് ഇഷ്ടം. അങ്ങനെ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒഴിച്ച് തിന്നാൻ വേണ്ടി പോവാണേ. വിശപ്പ് സഹിക്കാൻ വയ്യാത്തോണ്ട് ഒരു നിമിഷത്തേക്ക് ഞാൻ വീഡിയോ എടുക്കുന്നെന്നുള്ള കാര്യം മറന്നുപോയി ഗൈസ്. അതാണ് തന്നെ ഇങ്ങനെ അലമ്പായിട്ട് കിടക്കുന്നത്. ഞാൻ കുറച്ച് ചോറെടുത്ത് വാരി തിന്നായിരുന്നേ. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ നൈസ് ഫുഡായിരുന്നു. ആ മീൻ വറുത്തതും മീൻ കറിയിലുള്ള മീനും ആ ചാറും തോരനും എല്ലാം കൂടെ കൂട്ടി കുഴച്ച് അങ്ങോട്ട് തിന്നപ്പോൾ എൻ്റെ പൊന്നോ അന്താസ്. ഇനി കുറച്ച് വെള്ളം കൂടി കുടിക്കാം. എല്ലാവരും ഇതേപോലൊക്കെ നൈസ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.